പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്രചംഗിക്കുന്നു എന്ന് പറയുന്നു. നിന്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഈ പുതിയ പ്രഭാതം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥന എപ്രകാരമാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥന ദൈവവുമായുള്ള ഒരു സംഭാഷണമാണ്. അത് അതിഭാഷണത്തിനുള്ളതല്ല. ദൈവവുമായി ഐക്യപ്പെടുവാനായിട്ടുള്ള നിമിഷങ്ങളാണ് പ്രാർത്ഥനയെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന കർത്താവെ, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ വാഴുന്ന തമ്പുരാനെ, നിന്റെ നാമം എപ്പോഴും മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്നിലേക്ക് ഉയരുവാൻ കൃപ നൽകണം. നിന്റെ രാജ്യത്തെ അംഗങ്ങളാകുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ കൃപ നൽകണം. അനുദിനവും ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടുന്നുവെന്നും നിന്റെ സാന്നിധ്യവും സാമീപ്യവും ഓരോ നിമിഷം ഞങ്ങൾ അനുഭവിക്കുന്നുവെന്നും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകുന്ന കൃപകളാണ് ഞങ്ങളെ നീ വഴി നടത്തുന്നതെന്നും നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ കൂടി കടപ്പെട്ടിരിക്കുന്നുവെന്നും ശത്രുക്കളെപ്പോലും സ്നേഹിക്കുവാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുവാനും നിന്റെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും നിന്റെ മക്കളെന്ന ഏറ്റുപറയുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെ നീ നവീകരിക്കണം. ഇതാ കർത്താവേ, നിന്റെ തിരുമുമ്പിൽ ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോൾ നിന്റെ കാരുണ്യവും നിന്റെ സ്നേഹവും അനുഭവിച്ചറിയും ഞങ്ങൾ ഓരോരുത്തരും നിന്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഇന്ന് ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അങ്ങയുടെ തിരുമുമ്പിൽ ലോകത്തുള്ള എല്ലാ മക്കളെയും കൊണ്ടുവരുന്നു. അങ്ങ് പ്രദാനം ചെയ്യുന്ന രക്ഷ മനസ്സിലാക്കുവാനും അങ്ങാണ് സൃഷ്ടികർത്താവെന്നും അങ്ങയുടെ സ്നേഹമാണ് പുതലതും എല്ലാം നിറഞ്ഞു നിൽക്കുന്നതെന്നും സ്വർഗവും ഭൂമിയും അങ്ങയുടേതാണെന്നും അങ്ങ് നൽകുന്നതാണ് സകലതുമെന്നും ഞങ്ങൾക്ക് ബോധ്യം നൽകി അനുഗ്രഹിക്കുന്ന കർത്താവെ, സകല ജനത്തിൻ്റെയും നന്മ ഉണ്ടാകുവാനും പരസ്പര സ്നേഹവും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാനും ഭിന്നതയും ശത്രുതയും മാറ്റിക്കൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ നിറമായി നീറുവാൻ തക്കവിധം നീ കൃപ നൽകി അനുഗ്രഹിക്കണം. ഈശോ, ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കും. നിന്റെ സാന്നിധ്യം, നിന്റെ സാമീപ്യം, നിന്റെ കൃപകളാൽ നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും ദൈവവുമായി ഐക്യപ്പെടുവാൻ ഇടയാക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.